അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് അടിച്ചു പോയി ഗായ്സ്. സ്റ്റാർട്ട് അങ്ങോട്ട് പ്രസ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കിടക്കാച്ചി ട്രിക്സും ആപ്സും പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. മറ്റുള്ളവരെ പ്രാങ്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ട്രിക്സും ആപ്സാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ നോമ്പുകാരേക്ക് വയ്യ, ഇങ്ങോട്ടൊരു ലെങ്തി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടി വിയിലാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. പാനസോണിക്കിൻ്റെ ഒരു 43 ഇഞ്ചിൻ്റെ ടി വി ആണ്. ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ 24 hours ക്രാക്കഡ് സ്ക്രീൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രാക്കഡ് സ്ക്രീനിൻ്റെ കുറേ വീഡിയോസ് കാണാം. 24 hours ഉള്ളതാ, കുറേ ഉണ്ട് ഇവിടെ. ഞാൻ ജസ്റ്റ് സെൻട്രീത്തൊന്ന് വെച്ച് കാണിച്ചു തരാം. സംഭവം അടിപൊളിയായിരിക്കും, നല്ല രീതിയിലാണ്, നല്ല എഫക്റ്റ് ഉണ്ട്. കുറച്ചും കൂടി റിയാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ റിമോട്ടിൻ്റെ ബാറ്ററി ഒന്ന് ഊരിയിടുക. അപ്പോൾ അവർ റിമോട്ടുമ്പോൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്നും വർക്കാവില്ല. സംഭവം ഒരു പരിപാടി നടക്കില്ല. പിന്നെ അവർക്ക് ഓഫ് ചെയ്യാൻ മാത്രം പറ്റുള്ളൂ. നമ്പർ 2, രണ്ടാമത്തെ ആയിട്ടുള്ള ആപ്പ് എന്ന് പറഞ്ഞാൽ റൈസർ പ്രാങ്ക് ഹെയർ ക്ലിപ്പർ ജോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ്. ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ അമർത്തുക. ഈ സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ്. ജസ്റ്റ് നമ്മളതൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രിമ്മറിൻ്റെ ഒരു പിക്ചർ കാണും, ഇവിടെ ഓൺ എന്ന് പറഞ്ഞ സ്വിച്ച് കാണും. അത് പ്രസ് ചെയ്താൽ ഇപ്പോൾ വൈബ്രേറ്റ് ഒന്നും ആവണില്ല കേട്ടോ, ഒന്നും വൈബ്രേറ്റ് ആവണില്ല. സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് വൈബ്രേറ്റ് മോഡൊന്ന് ഓൺ ചെയ്തിടാം. ഇനിയാണ് വൈബ്രേറ്റ് ആവാൻ പോണത്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. കറക്റ്റ് അടിപൊളിയായിട്ട് വൈബ്രേറ്റ് ആവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യണം. ഇഷാമ അവിടെ പുറത്തിരിക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സംഭവം കാണിച്ചു തരാം. യെസ്, സംഭവം കാണിച്ചു തരാം. എങ്ങനെയുണ്ട് സംഭവം? പൊളിയല്ലേ? ട്രിക്ക് നമ്പർ 3. അടുത്ത ആപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലൈ സൗണ്ട്സ് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ്. ജസ്റ്റ് ഇവിടെ ഈച്ചയുടെ ശബ്ദമൊക്കെ ആയിട്ട് നമുക്ക് പ്രാങ്ക് ചെയ്യാൻ പറ്റും. ഡിസ്റ്റർബൻസ് ആണിത്, ഇതിൻ്റെ പ്രാങ്കിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തൊക്കെ. ഇവിടെ കുറേ അനിമലിൻ്റെ ശബ്ദം ഉണ്ട് കേട്ടോ, ഇവിടെ കുറേ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇതാ ഈച്ചയുടെ വെച്ചെടുക്കാം. ഇതിൽ ഫ്ലൈ സൗണ്ട് 1, സോറി, ഇനി കുറച്ചും കൂടി ഇതായിട്ട് തോന്നിയത് 2 കറക്റ്റ് റിയാലിറ്റി ശബ്ദം കിട്ടും. ഇനി ട്രിക്ക് നമ്പർ 4, ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ട്രിക്ക് നമ്പർ 4 എന്താണെന്ന് നോക്കാം. ട്രിക്ക് നമ്പർ 4 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് ഇത്. ഡോർബെൽ സൗണ്ട് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഡോർബെൽ സൗണ്ട് എന്ന് കാണും. ഇവിടെ കുറേ ഡോർബെൽ സൗണ്ട് ഉണ്ട്, അതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താലേ കിട്ടുള്ളൂ. നമുക്ക് ഫസ്റ്റ് ഡോർബെൽ സൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൽ പലതരം ശബ്ദങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഏതാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ പ്രാങ്ക് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ പ്രാങ്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഡോർബെൽ സൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്പ് എങ്ങനെയാണ് നമ്മൾ പ്രാങ്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതാ നിങ്ങളുടെ വീടിൻ്റെ ബെല്ലിൻ്റെ ശബ്ദത്തിൽ ഏതെങ്കിലും ഒന്നും ആവാൻ വഴിയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങളുടെ വീട്ടിലത്തെ വലിയ സ്പീക്കറിലോ എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുക. ബ്ലൂടൂത്ത് ആയിട്ടുള്ള സ്പീക്കറിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മാറിക്കുക അവിടുന്ന്. എന്നിട്ട് ജസ്റ്റ് ഇത് അമർത്തുക. അപ്പോൾ നല്ല ശബ്ദത്തിൽ കേൾക്കും. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉപ്പ ഉമ്മ ആരെങ്കിലും വന്നിട്ട് ജസ്റ്റ് ഡോർ തുറക്കും. അപ്പോൾ അവർ നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ട്രിക്ക് ഇതൊക്കെയാണ്. ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ അമർത്തുക. ബൈ.